അമ്മൂമ്മയുടെ മോള് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നേരം ആരാണ്ട് വന്ന് രക്ഷിച്ചതൊക്കെ പറയുന്നത് കേൾക്കാനും ആന്ത് സംഭവം. ഞാന് ഗർഭിണി ആയപ്പോഴേ ഈ പെണ്ണുണ്ടല്ലോ പെരയുടെ ഇറക്കിയതാ. പെരയുടെ ഇറപ്പിക്ക് പോയി 2 തുണി ഇങ്ങനെ കെട്ടും. കെട്ടി 2 കെട്ടിട്ട് 2 കിടത്തി എടുത്ത് അത് വെച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇങ്ങനെ അപ്പൊ വീട്ടുടമ നീ എന്താ മോനെ കാണിച്ചോണ്ടിരിക്കുന്നത്? 2 കുഞ്ഞാ എന്റെ. ഇവള് പറയുന്ന 2 കുഞ്ഞാ ഇത്. അതെവിടാ? 2 കുഞ്ഞുണ്ട് ഞങ്ങൾക്ക്. വർത്തനം പറയത്തില്ല, അറിയത്തില്ല. അങ്ങനെ അന്ന് മുതല് വെച്ചിട്ടപ്പോ അവളാ പേരിട്ടത് കൊച്ചവനെന്നും വലിയവനെന്നും. ഞാന് വേദനയെടുത്ത് വീട്ടിൽ കിടന്ന് കരഞ്ഞപ്പോ വീട്ടിൽ കഴിഞ്ഞ ആരും ഇല്ല. ഇവള് തലയ്ക്കുമാറ്റി വന്നിരിക്കുക. നമ്മുടെ അധ്വാനങ്ങളൊന്നും ഇല്ല. തലയ്ക്കുമാറ്റി വന്നിരുന്ന് കരഞ്ഞപ്പോ എന്റെ അപ്പനാണെന്ന് തോന്നുന്നു. എന്റെ അപ്പനാണോ ഇവിടെ അപ്പനാണോ ആരാണ് അങ്ങനെ ഇത്ര ഇരുട്ടിയപ്പോഴൊന്നും ആരും ഇല്ല. ഞാൻ കഞ്ഞിക്ക് വെള്ളം അടുപ്പോയി തീ വെച്ചിട്ടുണ്ട് അത്താഴത്തിന്. അമ്മ റേഷൻ കട പോയിരിക്കാം ഇങ്ങോട്ട്. ഇവിടുന്ന് മുക്കട്ടോടിക്ക് പോകാൻ ദൂരെ പോകണം. ഞാനും അല്ലേ വിഷമിച്ച് ഇങ്ങനെ കണക്ക് വിഷമിച്ചിട്ട് അന്ന് കഞ്ഞി കുടിച്ചിട്ടില്ലേ അന്നത്തെ ദിവസം. അങ്ങനെ ഇരിക്കുമ്പോ അവള് കരഞ്ഞമായിട്ട് ആരാന്നോ ഇവിടെ അത്തയാണോ ആരാണ്ട് അവിടെ വന്നു. എന്തിനാ നീ കരയുന്നത്? എന്റെ അമ്മയ്ക്ക് വയറ്റുവേദനയാ, വെളിച്ചെണ്ണ പരട്ടാവോ? ഇല്ല അതില്ല. ഇങ്ങനെ ഒച്ച കേട്ടില്ല, എനിക്ക് ഉറക്കം വരത്തില്ല. പിള്ളേരില്ല. വെളിച്ചെണ്ണ പരട്ടാവോ? ആ പരട്ടും. അവിടുന്ന് എന്റെ അപ്പം വന്ന് അപ്പനന്നേരം ചങ്ങനാശ്ശേരി വന്ന് ആരും നടന്നല്ലേ ഈ വരുന്ന പോകുന്നോക്കെ. ഇന്നേരം കാശ് നീ പണിക്കാർ പണിത് കൊടുത്ത കിട്ടുമ്പോ എന്തെങ്കിലും കൊടുക്കുന്നല്ലേ. വലിയ പണക്കാരാന്നുള്ള ആൾക്കാരുണ്ടോ? അവര് കൊടുക്കുന്ന കയ്യിൽ നിന്ന് മേടിക്കാൻ സ്വന്തമായിട്ടല്ലല്ലോ പണിയുന്നേ. കൂട്ടത്തിൽ കുടുംബത്തിലല്ലേ പണിയുന്നേ. ഞങ്ങൾ അവിടെ ആണെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. എന്റെ അമ്മയും കൂടെ എവിടെയൊക്കെ പോയി കഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അത് ഇവിടുന്ന് ഏകദേശം നമ്മുടെ ഉദയഗിരി പോകാൻ അത്രയും ദൂരം പോയാ പോരാ കളിയാട്ടി വിളിക്കാൻ. അതിലും കൂടുതൽ പോവാം. അവിടുന്ന് അപ്പനാണോ അമ്മയാണോ? അല്ല, അമ്മ അത് കഴിഞ്ഞ് റേഷനറി കൊണ്ട് വന്നപ്പോ അമ്മ തന്നെത്താനിടിയും തുടങ്ങി. എന്റെ കുഞ്ഞിന്ന് കഞ്ഞി കുടിച്ചതല്ലേ, എന്റെ കുഞ്ഞിന്ന് കഞ്ഞി കുടിച്ചാല് പൊടി മുരളിയുടെ അമ്മയുണ്ടല്ലോ, ഗിരീഷിനെ അറിയത്തില്ല, റേഷൻ കട മുരളിയുടെ അമ്മ എവിടെ വന്നിരിപ്പുണ്ട്. എന്റെ ദൈവമേ ഇങ്ങൊക്കെ അല്ല, നിങ്ങൾ എന്തിനാ കരഞ്ഞോണ്ടിരിക്കും? കഞ്ഞി കുടിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്നില്ല. അത് മതി. അവര് അവിടെ ഇരിക്കും. അമ്മ പെട്ടെന്ന് റേഷൻ ചാക്കിൽ കഴുകാതെ ഭാര്യ അടുപ്പയിലിട്ട് എനിക്ക് തരാം. അപ്പോഴത്തെ കണിയാട്ടി എങ്ങാട്ട് പോയി പ്രസവം എടുത്തേച്ച് വന്ന് അവർക്കത് നേരത്തെ അറിയാം. അവരുടെ മരുന്ന് കുടിക്കുന്നുണ്ട്. 2 പിള്ളേരായോണ്ട് എനിക്ക് അത് അവർക്കറിയായിരുന്നു. ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലും പറയുന്നത്. അങ്ങനെ അമ്മയ്ക്കും എനിക്കും ഒന്നും അറിയിച്ചില്ല. ഇവിടെ വരെയാ ഇങ്ങനെ ഇരിക്കുക. ഇരിക്കാനും കിടക്കാനും ഒന്നും വേണ്ട. അപ്പൊ ഇവിടെ 2 തലയും കൂടി ഇങ്ങനെ ഇരിക്കുക. എന്നാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഉഷ്ണവും പരവേശിച്ച് വിശന്നിട്ട് കഴിക്കാൻ വയ്യ. ഇറങ്ങി വരണ്ടേ. അവര് ഓടി വന്നു. ഒന്നും വിഷമിക്കണ്ട. അതും കണിയാട്ടിയാൽ അമ്മ വിളിക്കുന്നത് തമ്പരാട്ടി തമ്പരാട്ടില്ല. കന്യാന്മാര് വേറെ നമ്മൾ വേറെയല്ലേ. തമ്പരാട്ടി തമ്പരാട്ടി ആ ചാത്തി ചൊന്നിക്കിട്ടേ. എന്റെ മക്കളെ നിനക്ക് എന്നാ പറ്റി? നീ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ എന്നെ പിടിച്ചെടുത്ത് മൂത്തവനെ പ്രസവിച്ചു. പിന്നെ എനിക്ക് ഒരു നോവ് വരും. മക്കൾ വിഷമിക്കല്ലോ കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് ബോധമില്ലായി. ബോധം പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നത് അത് കൂടെ പറഞ്ഞായി ചെറുക്കെ കൊച്ചൊക്കെ ഇത്രയേ ഉള്ളു. എനിക്ക് കാലൊക്കെ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇതിനൊന്നും പിറ്റേ ദിവസം 11 മണി കഴിഞ്ഞപ്പോഴാ എനിക്ക് ബോധം വീണേ. 8-നും 8-8:30 ആക്കിയുള്ള 2 പേരും. അരമണിക്കൂറിന്റെ വ്യത്യാസം ഇല്ല. അയ്യോ, അവരെ ഞാൻ എല്ലാം അറിയുന്നുണ്ട്. എന്നെ കെട്ടിത്തൂക്കുവാണോ ഇച്ചിരി തളം വെക്കുവാണോ അറിയത്തില്ല എന്നാന്ന്. അപ്പൊ ബോധമില്ലാത്ത പിന്നെ ആ കണിയാരും ഉണ്ട്. കണിയാരും എന്നെ വായിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ കണക്ക് കണിയാറ്റിയാരെന്റെ അടുക്ക് ഇത് പിറ്റേ ദിവസം ഈ തിരുമി വെള്ളമൊന്നും തരത്തില്ലല്ലോ. വെള്ളം കുടിക്കാൻ എനിക്ക് പോകുന്നൊന്നുമില്ല. എന്നാ വിഷമം വല്ലതും ഉണ്ടോ? പിള്ളേരെ കാണണ്ടായത്. അപ്പൊ എനിക്ക് ഞാൻ പിള്ളേരെ കണ്ടുണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടും ഉണ്ടല്ലോ. അപ്പൊ രണ്ട് പാളക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക എന്റെ ഇല്ല കുഞ്ഞുങ്ങളെ രണ്ടുപേരും. തുണിയോ വല്ലതും ഉണ്ടോ? ആ കൊച്ചു പാളക്കകത്ത് വെച്ചിങ്ങനെ എന്റെ അടുത്ത് രണ്ട് സൈഡിലും വെച്ച് വെച്ച് കണി കെട്ടിയാലവിടെ അങ്ങനെ ഭഗവാനെ ആ കാലം അങ്ങനെ രണ്ട് വായിച്ചു. ദൈവമേ ഇതൊക്കെ അനുഭവിച്ച് നോക്കാൻ പറയാം. ഇന്ന് അവര് വല്ലതും പറഞ്ഞെന്ന് പറഞ്ഞ എല്ലാം പറഞ്ഞെന്ന് പറയാൻ നോക്കിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ വല്ലതും പറയാൻ മനസ്സ് തോന്നുന്നു.